ഇന്നൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിരില്ലല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹന്നാസ് തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷതു ഫില്ലദീന ആമനൂ ലഹും അദാബുൻ അലീമുൻ ഫിദ് ദുനിയാ വൽ ആഖിറ വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും സൂക്ഷ്മതയോടെ സ്വീകരിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി, അറിയുന്ന കേൾക്കുന്ന വാർത്തകളിൽ ഏതൊക്കെയാണ് സത്യം, ഏതൊക്കെയാണ് അസത്യം എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ്. കാരണം അത്രയേറെ കളവുകൾ പ്രചരിപ്പിക്കപ്പെടുകയും നിമിഷ നേരം കൊണ്ട് ആ കളവുകൾ വ്യാപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളും മീഡിയ സംവിധാനങ്ങളും ഏറെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ആർക്കും എന്തും പടച്ചുവിടാം, ആർക്കും എന്തും എഴുതിവിടാം എന്ന ഒരു മാനസികാവസ്ഥയിലാണ് ഇന്ന് പൊതുസമൂഹം. ഒന്നാലോചിച്ചു നോക്കൂ, ഏതാനും വർഷങ്ങൾക്ക് മുൻപ്, ഒരു 10-15 കൊല്ലങ്ങൾക്ക് മുൻപ് ലോകത്തിന്റെ പല ഭാഗത്തും നടക്കുന്ന വാർത്തകൾ നമ്മൾ അറിഞ്ഞിരുന്നത് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലും സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നിമിഷ നേരങ്ങളെ കൊണ്ട് നമ്മളെ കൈകളിലെത്തുകയും നമ്മളെ കൈകളിലൂടെ അത് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന, സെക്കൻഡുകളെ കൊണ്ട് കടല് കടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം.
പിന്നീടാണ് നമ്മളിൽ പലരും അറിയുന്നത് ആ പ്രചരിപ്പിക്കപ്പെട്ടതിൽ ഏറെ കളവായിരുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ AI സംവിധാനങ്ങളെ കൊണ്ട് പോലും പല കാര്യങ്ങളും നിർമ്മിച്ചെടുക്കാൻ പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടുപിടുത്തത്തിന്റെ ശാസ്ത്ര പുരോഗതിയുടെ ലോകത്താണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയ ഒരു വാക്കുണ്ട്. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ മുഖ്യധാര എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലും വന്ന ഒരു വാർത്തയായിരുന്നു, ഇസ്രായേൽ ജനതക്ക് റബ്ബ് കൊടുത്തു തുടങ്ങി, ആകാശത്തു നിന്നും പാമ്പ് മഴ ഇസ്രായേലിൽ വർഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഒരു വീഡിയോ. ആ തെരുവിലുള്ള പല സ്ഥാപനങ്ങളിലും കാറുകൾക്ക് മുകളിലും AI നിർമ്മിക്കപ്പെട്ടിരുന്ന ആ വീഡിയോ വലിയ ആവേശത്തോടെയാണ് ചില ആളുകൾ കുടുംബ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തത്. യുക്തിവാദികളാലും നിരീശ്വരവാദികളാലും നിർമ്മിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള കഥകളും കെട്ടുകഥകളും കാഴ്ചകളും വീഡിയോകളും എഴുത്തുകളും എന്തുണ്ട് എന്റെ ഗ്രൂപ്പിൽ, എന്റെ സ്കൂൾ ഗ്രൂപ്പിൽ എനിക്ക് ആദ്യം സ്വാധീനമറിയിക്കാൻ എന്ന് വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുടെ മുൻപിലേക്ക് വന്നപ്പോ കണ്ണടച്ചത് കുത്തിപ്പിടിച്ച് ഫോർവേഡ് ചെയ്യാനാ നമ്മളിൽ പലർക്കും താല്പര്യം. അതിലെന്തൊക്കെയാണ് ഹക്ക്, ഏതൊക്കെയാണ് ബാത്തില്, യാതൊരു നോട്ടവുമില്ല. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സൂചിപ്പിച്ചു, ഇന്ന മിൻ അശ്റാത്തി സാഅത്തി, അന്ത്യനാൾ വരുന്നതിന്റെ മുൻപ്, ഈ ലോകം അവസാനിക്കുന്നതിന്റെ മുൻപ് നിങ്ങൾക്കൊരടയാളം കാണാൻ സാധിക്കും. ആ അടയാളങ്ങളിൽപ്പെട്ട ഒരടയാളമാണ് അൻ യദ്ഹറൽ കലമു, മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ വാർത്താവിനിമയം വലിയ തോതിൽ വളർന്നുകൊണ്ടിരിക്കും. അൻ യദ്ഹറ, എല്ലാ രംഗത്തും ആ വളർച്ചയുണ്ടാകും. അൽ കലം, വാർത്താവിനിമയ രംഗത്ത്. അതോടൊപ്പം തന്നെ വയുക്സറൽ ഹർജു, കൊലപാതകങ്ങൾ വർദ്ധിക്കും. മൂന്നാമതായി വയുഫ്ശൽ കദിബു, കളവുകൾ പ്രചരിച്ചുകൊണ്ടേയിരിക്കും. ഒരു മനുഷ്യൻ നോക്കുന്ന വാർത്തകളിൽ, കേൾക്കുന്ന വാർത്തകളിൽ ഇതിലേതാണ് പടച്ചോനെ ശരി തെറ്റ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത നിലക്ക് കളവുകൾ വ്യാപിച്ചുകൊണ്ടിരിക്കും. വാർത്താവിനിമയ സാധ്യതകൾ വലുതായിക്കൊണ്ടിരിക്കും. പണ്ടുകാലത്തൊക്കെ 5ഉം 8ഉം വീടുകൾക്കപ്പുറത്തുള്ള ഒരു ഫോണിൽ വിദേശത്തുള്ള ഭർത്താവിന്റെയോ ശബ്ദമൊന്ന് കേൾക്കാൻ ഭാര്യയും മക്കളും കാത്തിരുന്നെങ്കിൽ, ഇന്ന് കിടക്കപ്പായയുടെ തലയെടുക്ക് ചുവട്ടിൽ ഭർത്താവിനെ കണ്ട് കടന്നുറങ്ങാൻ പറ്റുന്ന ശാസ്ത്ര പുരോഗതി കൈവരിക്കും. അങ്ങനെ വ്യാപിക്കുന്ന അതേ സമയത്ത് തന്നെ ഈ മനുഷ്യർക്കിടയിൽ വയുഫ്ശൽ കദിബു, അതിനനുസരിച്ച് കളവുകളും പ്രചരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ സോഷ്യൽ മീഡിയ ഇടപെടുന്നവനാണെങ്കിലും പൊതുസമൂഹത്തിന്റെ മുൻപിൽ ജീവിക്കുന്നവനാണെങ്കിലും അതീവ ജാഗ്രത അവന്റെ ജീവിതത്തിൽ അവൻ പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നിർമ്മിക്കപ്പെടുന്ന കെട്ടുകഥകൾക്ക് പിന്നാലെ നമ്മളെ അമലുകളും നമ്മളെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടും. നമ്മളറിയാത്ത പലരിലേക്കും നമ്മളെ നമസ്കാരത്തിന്റെ കൂലി പോകും. യാതൊരു ബന്ധവുമില്ലാത്ത പലരും നമ്മളെ ഇബാദത്തിന്റെ പ്രതിഫലം അവർക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കും. അത് മതപരമായ വിഷയത്തിലാണെങ്കിലും പൊതുസമൂഹത്തിന്റെ മുൻപിൽ സാമൂഹിക വിഷയത്തിലാണെങ്കിലും വലിയ ജാഗ്രത മനുഷ്യൻ കാണിക്കേണ്ടതുണ്ട്. കാരണം ഈ രണ്ട് രംഗത്തും ഇന്ന് കൂസലില്ലാത്ത വർത്തമാനമാണ്. മതപരമായ വിഷയത്തിൽ ആർക്കെന്ത് തോന്നുന്നോ അത് വിളിച്ചു പറയും. ഇപ്പോഴും തസ്ബീത്ത് നമസ്കരിക്കുന്നവരുണ്ട്. എന്താ അതിന് തെളിവ്? ഇസ്ലാമിക ലോകത്തില്ല. അതോടൊപ്പം തന്നെ ഇന്ന ദിക്റുകൾ, ഇസ്ലാമിക ലോകത്ത് തെളിവില്ലാത്ത കാര്യങ്ങൾ എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഒരു പുതിയ വീട്ടിന്റെ പ്രവേശനം നടത്തുമ്പോ ആ വീട്ടിലേക്ക് കയറി ചായ കാച്ചണം, അടുപ്പിന്റെ മേലെയുള്ള പാലൊന്ന് തിളയ്ക്കണം, ആ തിളച്ച പാലൊന്ന് അടുപ്പിലേക്ക് തുകണം, ഖുർആൻ പിടിച്ചിട്ടും മുസല്ല പിടിച്ചിട്ടും ബാപ്പയമ്മയും മക്കളും കൂടി ഒരുമിച്ച് കയറണം, എന്നിട്ടൊരു അസർ നമസ്കാരത്തിന്റെ ജമാഅത്തോ സുബഹി ജമാഅത്തോ ആ പുതിയ വീട്ടിൽ വെച്ച് നടത്തണം. ഇതൊക്കെയാ നാട്ടു നടപ്പ്.
എങ്കിൽ ഇസ്ലാമിൽ അതിന് തെളിവുണ്ടോ? അള്ളാന്റെ ഹബീബിന്റെ മാർഗത്തിലില്ല. അസർ നമസ്കാരത്തിന് ശേഷമായിരുന്നു നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രവാചകൻ തെരഞ്ഞെടുത്തതെന്നും ജമാഅത്തിനായി പള്ളിയിലേക്ക് പുറപ്പെട്ടു എന്നുമല്ലാത്ത ഒരാചാരങ്ങളും ഇസ്ലാമിക ലോകത്തില്ല. ഇങ്ങനെ മതപരമായ വിഷയത്തിൽ പലതും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, ദീനിന്റേതല്ലാത്ത വിഷയത്തിലും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കഥകൾ, അവിടെ ആ ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതും ഇന്നൽ കദിബ, തീർച്ചയായും ഒരു കളവ്, യസ്രി മിനർ റജുലി, അത് അയാൾ അങ്ങനെ ഏറ്റെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കതിന്റെ സത്യാവസ്ഥ അറിയൂല, ഇതാരാണ് എഴുതി വിട്ടത് എന്നറിയൂല, ഇതിന്റെ പിന്നിലെന്തോ സത്യമുണ്ടോ എന്നറിയൂല. അതിപ്പോ സ്കൂൾ അവധി കൊടുത്ത കലക്ടറുടെ പേരിലുള്ള നിർമ്മിക്കപ്പെട്ടതാണെങ്കിലും, ഏതോ സിനിമാ നടൻ മരിച്ചു എന്നതാണെങ്കിലും, ഏതോ ആണിനെയും പെണ്ണിനെയും എവിടെയോ വെച്ച് പിടിച്ചു എന്നുള്ളതാണെങ്കിലും, ഒരു വസ്തുതയും ഇല്ലാത്തൊരു കളവ് നിങ്ങളെ നാവുകൊണ്ട് നിങ്ങൾ പറയുകയോ നിങ്ങൾ പ്രചരിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കള്ളനായി അള്ളാഹു രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഓരോ തവണ നിങ്ങളത് പറയുമ്പോഴും ചെയ്യുമ്പോഴും നിങ്ങളെ ഒരു കള്ളനായി അള്ള രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. നിങ്ങളറിയാതെ നിങ്ങളെ കൂലി മരിച്ചു എന്ന് പറഞ്ഞ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ ആക്ഷേപിക്കുന്ന രാഷ്ട്രീയക്കാരന് കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങൾ ആക്ഷേപിക്കുന്ന മറ്റുള്ള കുടുംബത്തിലേക്ക് അത് ചെന്നെത്തിക്കൊണ്ടിരിക്കും. അള്ളാന്റെ തിരുതൻ ഓർമ്മപ്പെടുത്തിയ ഒരു കാലം വരും, ഒരാൾ എന്തൊക്കെയോ കളവ് സംസാരിക്കും, ആ കളവ് അനുയായികൾ ഏറ്റെടുക്കും, അവരങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. ഏതുവരെ? ചക്രവാളം പിളർത്തുന്ന കോലത്തിൽ കടൽ കടന്നുവരെ ആ പൊള്ളയായ വാക്കുകളും ആരോപണങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളും ആളുകൾ അങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. ചക്രവാളം പിളരുന്ന വേഗതയിൽ ആ കളവുകൾ വ്യാപിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി നമസ്കരിക്കുന്നവനാണെങ്കിൽ, നോമ്പനുഷ്ഠിക്കുന്നവനാണെങ്കിൽ, അള്ളാഹുവിന്റെ ഖുർആനിന്റെ അനുയായിയാണെങ്കിൽ, മുത്ത റസൂലുള്ളാഹിനെ പ്രവാചകനായി അംഗീകരിക്കുന്നവനാണെങ്കിൽ, ഏതൊരു കാര്യം കേൾക്കുന്ന സമയത്തും അവൻ ശ്രദ്ധയോടെ ചില കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. കേൾക്കുന്നത് ദീനിന്റെ വിഷയമാണെങ്കിൽ കൃത്യമായ തെളിവോടുകൂടി അതെവിടെ നിന്ന് വന്നു, ആര് റിപ്പോർട്ട് ചെയ്തു, മുൻഗാമികളായ ഉലമാക്കൾ ആ വിഷയത്തിൽ എന്തു തീരുമാനമെടുത്തു എന്ന് ചിന്തിക്കണം. അല്ലാതെ എനിക്കത് മനസ്സിന് തോന്നുന്നത് പോലെ, എന്റെ തലച്ചോറിന് അത് ചിന്തിക്കാൻ പറ്റുന്നത് പോലെ എന്ന് നിങ്ങൾ ആ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പാടില്ല. ഇനി അതല്ല, ഒരു വ്യക്തിയുടെ പേരിലുള്ള ആരോപണമാണെങ്കിൽ, ഒരു കുടുംബത്തെക്കുറിച്ചുള്ള ന്യൂനതയാണെങ്കിൽ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിട്ടുള്ള പോരായ്മയാണെങ്കിൽ അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കണം. ഏത് രംഗത്ത് ശ്രദ്ധിക്കണമെന്ന് അല്ലാഹു തആല തന്നെ ഓർമ്മപ്പെടുത്തി തന്നു. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ. റബ്ബ് വിളിക്കുന്നത് നിരീശ്വരവാദികളെയല്ല. അവർക്കെന്തും പടച്ചുവിടാം, അവർക്കെന്തും എഴുതിവിടാം. ദൈവബോധമില്ലാത്തവരാ, നാളെ മരിച്ചു പോകേണ്ടതാണെന്ന ബോധമില്ലാത്തവരാ. അങ്ങനെ നിരീശ്വരവാദികളും ദൈവബോധമില്ലാത്തവരും എഴുതിവിടുന്നവരെ, ആ എഴുതിവിടുന്നവരോടല്ല റബ്ബിന്റെ വാക്ക്. യാ അയ്യുഹല്ലദീന ആമനു, ഇന്ന് വരെ ഒരു ജാറത്തിങ്കലും പോയി ശിർക്ക് ചെയ്യാത്തവരെ, ഇന്ന് വരെ ഒരു മക്ബറിന്റെ മുൻപിൽ കൈനീട്ടിക്കൊടുക്കാത്തവരെ, ഒരു മന്ത്രിച്ചൂതുന്ന ഏലസിന് വേണ്ടി കൈവെക്കാത്തവരെ, ഏതെങ്കിലും ആൾക്കാരുടെ കൈപിടിച്ച് മുത്തിയാൽ കൂലി കിട്ടും എന്ന് വിശ്വസിക്കാത്തവരെ, മുടിയിട്ട വെള്ളത്തിനാവട്ടെ മറ്റുള്ളവന്റെ തുപ്പലിനാവട്ടെ കാത്തു നിൽക്കാത്തവരെ, ഏകനായ റബ്ബ് മതി എന്ന വിശ്വാസത്തോടെ ജീവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, ഇൻ ജാഅക്കും ഫാസിഖും ബിനബഇൻ, നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരു അവിവേകി, റബ്ബ് അങ്ങനെ തന്നെയാ പ്രയോഗിച്ചത്, വിവേകമില്ലാത്തൊരു വിവരം കെട്ടവൻ ഒരു വാർത്തയുമായി വരുന്നുണ്ട് എങ്കിൽ ഫതബയ്യനു, നിങ്ങളത് തൊണ്ട തൊടാതെ അങ്ങ് വിഴുങ്ങിയേക്കണം എന്നല്ല, എതിർ കക്ഷിക്കാരനായതുകൊണ്ട് ആഘോഷിക്കണം എന്നല്ല, എതിർ പാർട്ടിയും മതപരമായ സംഘടനാ സങ്കുചിതത്വം ഉള്ളതുകൊണ്ട് ഒന്നങ്ങ് കെങ്കേമമാക്കണം, നാറ്റിക്കണം എന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഫതബയ്യനു, ആ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ കൃത്യമായി പഠിച്ച് ബോധ്യത്തോടെ മനസ്സിലാക്കണം. എന്തിന്റെ പേരിൽ? അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ, വിവരമില്ലാത്തതിന്റെ പേരിൽ അൻ തുസീബു, തീർച്ചയായും ആപത്തുണ്ടാക്കാതിരിക്കാൻ ഖൗമൻ, ഒരു ജനതയ്ക്ക്. നിങ്ങൾ കാരണം ഒരു ജനതയോ ഒരു കുടുംബമോ കണ്ണീര് കുടിക്കാൻ പാടില്ല.
ബിജഹാലത്തിന് അത് നിങ്ങളുടെ അജ്ഞതയാ. നിങ്ങളെ വിവരക്കേട് കൊണ്ട് വേറൊരാളെ നിങ്ങൾ കരയിപ്പിക്കരുത്. അത് നിങ്ങൾ സ്വയം അംഗീകരിക്കണം. നിന്റെ വിവരക്കേടാണിത്, എനിക്കതിന്റെ പിന്നാലെ പോകാൻ കഴിവില്ലേ, എനിക്കതിന്റെ ചകഞ്ഞന്വേഷിക്കാനുള്ള നേരല്ലേ, എങ്കിൽ ഞാനതിന്റെ പിന്നാലെ പോകരുത്. ഔലിയസ്മുത് നിശബ്ദനാവണം. അല്ലാതെ നിന്റെ പാർട്ടിക്കാരൻ പറഞ്ഞു, നിന്റെ നേതാവ് പറഞ്ഞു, നിന്റെ സുഹൃത്തിന്റെ ഗ്രൂപ്പിൽ വന്നു, നിന്റെ കമ്പനിക്കാര് പറഞ്ഞു എന്നതിന്റെ പേരിൽ അജ്ഞതയെ മൂടിവെച്ച് വിവരമില്ലായ്മ പ്രകടിപ്പിച്ച് നിങ്ങളത് പറഞ്ഞു നടക്കരുത്. കാരണം ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ, നിങ്ങൾ ആ പറഞ്ഞതിന്റെ പേരിൽ നാളെ നിങ്ങൾ ഖേദിക്കേണ്ടി വരും. കൂടെ പറഞ്ഞവനും എരിവൂട്ടിയവനും കൂടെ ചേർന്നവനും അയച്ചു തന്നവനും നിങ്ങളോടൊപ്പം ഉണ്ടാവില്ല. നിങ്ങൾ അതിന്റെ ഖേദക്കാരായി പടച്ചോന്റെ അടുത്ത് നിങ്ങൾ സങ്കടപ്പെടേണ്ടി വരും. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ ചിന്തിക്കേണ്ട വിഷയമാണ്. 7 വർഷങ്ങൾക്ക് ശേഷം ഒരു അധ്യാപകൻ ജയിൽ മുക്തനായി. അധ്യാപകന് ജയിലിൽ എത്തിക്കാനുള്ള കാരണം എന്തായിരുന്നു? പഠിപ്പിക്കുന്ന ഒരു പെൺകുട്ടി സഹപാഠിയുമായിട്ടുള്ള ലൈംഗിക വൈകൃതം കണ്ടപ്പോ ആ പെൺകുട്ടിയും ചെറുപ്പക്കാരനും തീരുമാനമെടുത്തു, പുറത്തറിയാതിരിക്കാൻ പീഡനത്തിന്റെ പേരിൽ അധ്യാപകനെ ആരോപിക്കാം. ആധുനിക കാലഘട്ടത്തിലെ നിയമങ്ങളിൽ പലതും മനുഷ്യനെ പ്രയാസപ്പെടുത്താനുള്ളതായി മാറിക്കൊണ്ടിരിക്കുമ്പോ കോടതി പോലും ആ അധ്യാപകനെതിരെ കേസ് ചമച്ച് അവസാനം 7 വർഷങ്ങൾക്കപ്പുറം നിരപരാധി എന്ന് തെളിയിക്കപ്പെടുകയും ആ പെൺകുട്ടി തന്നെ പറയുകയും ചെയ്തപ്പോ 7 വർഷമല്ലേ ഉള്ളൂ എന്നല്ല, 7 സെക്കൻഡ് നിങ്ങൾ കാരണം ഒരു മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ പടച്ച റബ്ബിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തി, നിങ്ങളുടെ ഒരു ഇബാദത്തും ആ പൊരുത്തം കിട്ടാത്ത കാലത്തോളം നിങ്ങളെ തൗബ പോലും അള്ളാഹു സ്വീകരിക്കുന്നില്ല. പറഞ്ഞു പോയ വ്യക്തിയോട് പൊരുത്തം കിട്ടിയിട്ടില്ലെങ്കിൽ പള്ളിയുടെ 1-ാമത്തെ സഫിൽ വന്നിരുന്ന് എനിക്ക് തൗബ സ്വീകരിക്കണേ റബ്ബേ എന്ന് പറഞ്ഞാലും അള്ളാഹു സ്വീകരിക്കില്ല. ആ പറഞ്ഞവന്റെ മനപ്പൊരുത്തവും അവന്റെ മനസ്സിന്റെ വേദനയും നിങ്ങൾക്ക് മാറ്റാൻ പറ്റാത്ത കാലത്തോളം. അതുകൊണ്ടാണ് ഒരു വാക്ക് കേൾക്കുമ്പം ശ്രദ്ധിക്കണം. ഇസ്ലാമിക ചരിത്രത്തിൽ വേദനാജനകമായ ഒരു ആരോപണമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ആയിഷ റളിയല്ലാഹു തആലക്ക് നേരെ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഒട്ടകപ്പുറത്തു നിന്നും ഇറങ്ങിപ്പോയ ഭാര്യ മഹദി ആയിഷ ബീവിയെ അള്ളാന്റെ ഹബീബ് കാണുന്നില്ല. തിരിച്ചു മദീനയിലെത്തിയപ്പം ഒട്ടകപ്പുറത്ത് ആയിഷ ബീവി ഇല്ല. മലമൂത്ര വിസർജനത്തിനും മാല നഷ്ടപ്പെട്ടതിനും തിരയാൻ വേണ്ടി പുറത്തേക്കിറങ്ങുന്ന ആയിഷ റളിയല്ലാഹു തആല തിരിച്ചു വന്നപ്പം പ്രവാചകനും ഒട്ടകവുമില്ല. കണ്ണീരോടെ സങ്കടപ്പെട്ടു നിൽക്കുമ്പോ പിൻഭാഗത്ത് യാത്രാ സംഘത്തോട് എന്തെങ്കിലും മറന്നുപോയാൽ അത് ശേഖരിക്കാൻ വേണ്ടി പറഞ്ഞയച്ച സഫ്വാൻ ഇബ്നു മുഅത്തൽ എന്ന സ്വഹാബി ഒട്ടകവുമായിട്ട് വരുന്നു. ഹബീബിന്റെ ഭാര്യയെ കണ്ടപ്പോ പേടിച്ചരണ്ട് മാറി നിന്ന് തന്റെ ഒട്ടകപ്പുറത്ത് ഹബീബിന്റെ ഭാര്യയെ കയറ്റി മദീനയിലേക്ക് എത്തിയപ്പം ഇന്നത്തെ നാട്ടുകാരിൽപ്പെട്ടവരെ പോലെയുള്ള ചില ഞരമ്പ് രോഗികൾ വാക്കുകൾ ഉച്ചരിച്ചു പറഞ്ഞു, രണ്ടാളും ഒത്തുകളിച്ചതാ, രണ്ടാളും ഒത്തുവന്നതാ, തീയില്ലാണ്ട് പുകണ്ടാവൂലോ, ഒരു കൈയടിച്ച ശബ്ദം ഉണ്ടാവൂലോ. ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചപ്പോ നബി തങ്ങൾ പോലും മാനസികമായി തകർന്നു. 3 മാസത്തിലധികം ഉറക്കം വരാതെ റസൂൽ കരയേണ്ടി വന്നു. ആയിഷ റളിയല്ലാഹു തആലയും നെഞ്ചുപൊട്ടി ജീവിച്ചു. പ്രവാചകനെ സ്നേഹിച്ചിരുന്ന സഹാബാക്കൾ കരഞ്ഞു. റസൂലുള്ളാഹിനെ കുത്താൻ അവസരം കിട്ടിയ ശത്രുക്കൾ വല്ലാതെ ആഹ്ലാദിച്ചു. രണ്ടും ഈ സമൂഹത്തിൽ ഇന്നും നടക്കുന്നുണ്ട്. ആ സമയത്താണ് റബ്ബിന്റെ ആയത്തിറങ്ങുന്നത്. ഇത് തലക്കൗനഹു ബി അൽസിനതികും, നിങ്ങൾക്ക് അങ്ങനെ ഒരു കള്ളവാർത്ത കിട്ടിയപ്പോ നിങ്ങളെ നാവ് കൊണ്ട് നിങ്ങളത് ഏറ്റെടുത്തു. വതഖൂലൂന ബി അഫ്വാഹികും, നിങ്ങളുടെ വാക്കുകൊണ്ട് നിങ്ങളത് പറഞ്ഞു നടക്കുകയും ചെയ്തു. മാ ലൈസ ലക്കും ബിഹി ഇൽമുൻ, ഒരു വിവരവുമില്ലാത്ത കാര്യം, ഒരറിവുമില്ലാത്ത കാര്യം മനസ്സുകൊണ്ട് ഏറ്റെടുക്കുകയും നാവുകൊണ്ട് നിങ്ങളത് പ്രചരിപ്പിക്കുകയും ചെയ്തു. വതഹ്സബൂനഹു ഹയ്യിനൻ, നിങ്ങൾ കരുതുന്നുണ്ടോ ഉമ്മത്തെ നിങ്ങൾ ചെയ്തതൊരു ചെറിയ കാര്യമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അത് പെണ്ണ് കേസാണെങ്കിലും സാമ്പത്തിക ആരോപണമാണെങ്കിലും മറ്റേത് വിഷയമാണെങ്കിലും നിങ്ങളെ രസത്തിന് വേണ്ടി നിങ്ങൾ പറഞ്ഞത് ഒരു ചെറിയ കാര്യമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വഹുവ ഇൻദല്ലാഹി അലീം, അള്ളാന്റെ അടുത്തൊരു വമ്പിച്ച പാതകം തന്നെയാ, റബ്ബിന്റെ അടുത്തൊരു വമ്പിച്ച പാതകം തന്നെയാ. ഹബീബായ നബി തങ്ങൾ കായത്തിറക്കി വിശദീകരിക്കാൻ റബ്ബുണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് സാധാരണക്കാരായ പലർക്കും ഒരു വഹി ഇറങ്ങാനില്ലെങ്കിൽ പറയുന്ന വാക്കുകളും പ്രചരിപ്പിക്കുന്ന വാക്കുകളും 1000 തവണ ചിന്തിക്കണം. കാരണം ഈ ലോകം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ടവരാണ് നമ്മളെങ്കിൽ ഇന്ന് മനുഷ്യർക്ക് ജയിക്കാനുള്ള ഏറ്റവും വലിയ വഴി കളവ് പറയല. അതേത് രംഗത്തും
വൈവാഹിക രംഗത്താവട്ടെ, കച്ചവടത്തിലാവട്ടെ, സ്വത്ത് വിഷയത്തിലാവട്ടെ, കള്ളത്തരം പറഞ്ഞാൽ മതി. ഉമ്മന്റെ പേരിൽ ഒരു വസിയത്തുണ്ട്, വാപ്പാന്റെ പേരിൽ ഒരു വസിയത്തുണ്ട്, കാരണന്മാരുടെ വസിയത്തുണ്ട്, പെണ്ണുങ്ങളുടെ വസിയത്തുണ്ട്. അങ്ങനെ ഒരു വസിയത്തുണ്ടോ ഇല്ലേ? രേഖ ഉണ്ടോ? എഴുതി വെക്കണമെന്ന് ഹബീബ നബി തങ്ങൾ പറഞ്ഞു. രേഖല്ല, വസിയത്തുണ്ട്. വാക്കുകളെ കൊണ്ട് കള്ളവ് പ്രചരിപ്പിക്കുന്നവർ, വൈവാഹിക രംഗത്ത് കള്ളത്തരം പറയുന്നവർ. ഈ അടുത്ത ദിവസം അനുഭവത്തിലുണ്ടായൊരു വിഷയം. ഒരു പെൺകുട്ടിക്ക് വിവാഹം കഴിഞ്ഞു, 6 വർഷങ്ങൾ കഴിഞ്ഞു, കുടുംബത്തിൽ മറ്റൊരാളുമായിട്ട് ബന്ധം. ആ ബന്ധം കണ്ടതാവട്ടെ ഉമ്മ വിദേശത്തുള്ള ഭർത്താവിനെ, ചെറുപ്പക്കാരനെ വിളിച്ചു വരുത്തി ആ പെൺകുട്ടിയെ ഗുണദോഷിച്ചു, കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു, ആരുമറിയാതെ പരിഹരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ദേഷ്യവും വാശിയും തലക്ക് പിടിച്ചപ്പോ പെൺമക്കളെ കൂട്ടിക്കൊണ്ടുപോയ പിന്നീട് ആ കുടുംബം അറിയുന്നത്, ആ കുടുംബത്തിന്റെ പേര്, ആണിന്റെയും കുടുംബത്തിന്റെയും നേരെ 6ഓളം കേസുകൾ, ഭവനവേതനം, ഗാർഹിക പീഡനം, സ്ത്രീധന ചോദ്യം. അവസാനം കണ്ണുനീരും പരിവട്ടവുമായി അസുഖബാധിതയായി ഉമ്മ എളുപ്പത്തിൽ അള്ളാന്റെ അടുത്തേക്ക് മടങ്ങി. കോടതികൾ കയറിയിറങ്ങിയ ആ സാധു ഉമ്മ തന്റെ മകൻ കെട്ടിയ പെണ്ണിനെ സ്നേഹിച്ചു എന്ന കാരണത്തിന്റെ പേരിൽ, ഒരു സ്ത്രീധനവും വാങ്ങാത്തതിന്റെ പേരിൽ, മോളെപ്പോലെ നോക്കിയതിന്റെ പേരിൽ അവസാനം നിത്യരോഗിയായി ആശുപത്രികൾ കയറിയിറങ്ങി, കോടതി കയറിയിറങ്ങി. ജീവിതത്തിന്റെ ഏതോ ഒരു നല്ല നിമിഷത്തിൽ ആ ഉമ്മ മരണപ്പെട്ടു. സ്വന്തം പെണ്ണ് ചതിച്ചപ്പോ, തലക്കുമേലെ കേസ് 100,000 വന്നപ്പോ ആ ചെറുപ്പക്കാരന്റെ മാനസിക നില തെറ്റി. ഇന്നും ആ ചെറുപ്പക്കാരന്റെ കൈ പിടിച്ച് കോടതി വരാന്തകളിൽ കയറിയിറങ്ങുമ്പോ പലരും ആവേശത്തോടെ പറയും, 50 ലക്ഷം ഞങ്ങൾ വാങ്ങിച്ചെടുത്തു, 150 പവന് ഞങ്ങൾ തിരിച്ചെടുത്തു വന്നു, വാങ്ങിക്കൊടുത്ത ബൈക്ക് അവനാന്റെ മുറ്റത്തുണ്ടച്ചു, വാങ്ങിക്കൊടുത്ത കാറ് ഞങ്ങൾ കൈക്കലാക്കി. ഒക്കെ ദുനിയാവിലുണ്ടാകും, എല്ലാം നേടും. കള്ളക്കേസ് പറഞ്ഞും വെട്ടിപ്പിടിച്ചും നാണക്കേടുണ്ടാക്കിയും എല്ലോ പെണ്ണിന്റെ ഭാഗത്ത് നിൽക്കും, ശരിയാ. പക്ഷേ ദുനിയാവിൽ ആരും 100 കൊല്ലം ജീവിക്കാമെന്നതൊന്നുമല്ല, ഒരു 200 കൊല്ലം ജീവിക്കാമെന്നൊന്നുമല്ല. വന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള ഒരു ആയുസേ ഉള്ളൂ. എനിക്കും ദുനിയാവെങ്കിൽ കളവുകളെ കൊണ്ട് മാത്രം ജയിക്കുന്ന കുടുംബങ്ങളുണ്ട്, കളവുകളെ കൊണ്ട് മാത്രം മത്സരിച്ചു കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളുണ്ട്. അതുകൊണ്ടാ ഏതൊരു കാര്യം കേട്ടാലും നമുക്ക് വേഗം വിധിക്കാനാ തീരുമാനം. ഏതൊരു കാര്യം കണ്ടാലും വേഗം വിധിച്ചെയ്താനും തീരുമാനങ്ങൾ പ്രചരിപ്പിക്കാനാ നമുക്ക് താല്പര്യം. അവരോടും റബ്ബ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വലൗല, എന്തുകൊണ്ട് മനുഷ്യരെ നിങ്ങളായില്ല? ഇത് സമയത്തുമോഹു കുൽത്തും മാ യകൂനു ലനാ. ഇങ്ങനെയൊരു കള്ള വർത്താനം ആരൊക്കെ കുടുംബത്തിന്റെ നേരെ പറഞ്ഞിട്ടും വ്യക്തിയുടെ നേരെ പറഞ്ഞിട്ടും ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ എന്തേ ചിന്തിച്ചില്ല? എന്തേ നിങ്ങൾ ഇത് കേട്ടപ്പോ പറഞ്ഞില്ല? ഏത് നിലക്ക്? മാ യകൂനു ലനാ അൻ നതകല്ലമ ബിഹാദ. നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കേണ്ടതല്ല, അതിന്റെ ഹക്കും ബാത്തിലും നമുക്ക് തെളിഞ്ഞിട്ടില്ല, നമുക്കറിയൂല. 2 ഭാഗത്തേക്കും കുറെ കക്ഷികളെയും സാക്ഷികളെയും ഒക്കെ തൊഴിലില്ലാത്ത ചില ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടുവരും. കോടതി കെട്ടിയിരുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയും. ഹക്കറിയാത്തൊരു വിഷയത്തിന്റെ പേരിൽ, അത് ആരോപണമാണെങ്കിലും എന്താണെങ്കിലും ശരി, നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കണ്ട. കുടുംബം നല്ല നിലക്കാവാണേ ആവട്ടെ, നല്ല നിലയിൽ പോവാണേ പോകട്ടെ. എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല? സുബ്ഹാനക, റബ്ബെത്ര പരിശുദ്ധനാണെന്നറിയോ? ഹാദാ ബുഹ്താനുൻ അലീം. ഇതൊരു വമ്പിച്ച ആക്രമം തന്നെയാ. നിങ്ങൾ പറഞ്ഞതും ചെയ്തതും നമ്മളെ ഭാഷയിൽ ചെറുതാണെങ്കിലും ബുഹ്താനുൻ അലീം, ഒരു വമ്പിച്ച അക്രമമാ മനുഷ്യരെ. നിങ്ങളുടെ നാവ് കൊണ്ടും നിങ്ങളുടെ സംസാരം കൊണ്ടും എഴുത്തുകൊണ്ടും ആരോപണം കൊണ്ടും കള്ളപ്രചരണം കൊണ്ടും കള്ളക്കേസ് കൊണ്ടും നിങ്ങൾ ചെയ്തതൊക്കെ വമ്പിച്ച അക്രമമാണെന്ന് നാളെ പടച്ചോൻ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരും. അതുകൊണ്ടാ നമ്മൾ ഓരോരുത്തരും ഒരു വിഷയത്തിൽ ഇടപെടുമ്പോഴും സംസാരിക്കുന്ന സമയത്തും ഒരുപാട് തവണ ചിന്തിക്കണം. ഒരാൾ എന്തെങ്കിലും വേണ്ടാത്ത പറയാൻ വന്നാൽ പോലും നബിത്തങ്ങൾ എന്താ പറഞ്ഞത്? എനിക്ക് കേൾക്കണ്ട, കീലാ വക്കാല, കേട്ടാന്റെ മനസ്സിൽ നിൽക്കൂല, ഞാൻ ഒരാളോട് പറയേണ്ടി വരും. അത് കെട്ടിയോളോട് പറയുകയാണെങ്കിലും ശരി, ഒക്കെ ഒരാളോട് പറയേണ്ടി വരും. ഓള് പറഞ്ഞത് ഒരുത്തിനോടാണെങ്കിലും ഇതാരോടും പറയല്ലേ എന്ന് പറഞ്ഞാലും ഒക്കെ വേറെ ആരോടും പറയേണ്ടി വരും. കീലാ വക്കാല, എന്നോട് പറയല്ലേ, എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയ സഹാബാക്കളുണ്ട്, ചെവിയും പൊത്തിപ്പിടിച്ചോടിയവരുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നമ്മളെ മുൻപിൽ തുറന്നു വെക്കുമ്പോ പലതും പിന്നാലെ ചെറിയ ചെറിയ വാർത്തകളായി വരുമ്പോഴേക്കും ഒരുപാട് കുടുംബം നശിച്ചു പോയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ നെഞ്ചുപൊട്ടി കരയുന്നുണ്ട്. ഒരുപാട് കുടുംബങ്ങൾ കണ്ണീരുമായി നടക്കുന്നുണ്ട്. പല ആണുങ്ങളും കേസിന്റെ നൂലാമാലകളിൽപ്പെട്ട് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മാത്രം അനുവദിക്കപ്പെടുന്ന ന്യായത്തിന്റെ പേരിൽ ഹൃദയം പൊട്ടി ജീവിക്കുന്നുണ്ട്.
വരുമാനല്ലാതെ കിടപ്പാടം പണയപ്പെടുത്തി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ വാങ്ങിക്കൊണ്ടുപോയി തിന്നുന്നോലുണ്ട്. അവനാന്റെ സ്വർഗത്തിനും സ്വപ്നത്തിനും അനുസരിച്ച് ദുനിയാവിലെ ജീവിതം വെട്ടിപ്പിടിക്കുന്നവരുമുണ്ടെങ്കിൽ എല്ലാറ്റിനും ഒരു അവസാനമുണ്ട്. ശ്വാസം നിലയ്ക്കുന്ന അന്ന് ചെയ്തതിനും പറഞ്ഞതിനും പ്രചരിപ്പിച്ചതിനുമൊക്കെ പടച്ചോൻ കൂലി നോക്കുമ്പോ അത് ഈ ദുനിയാവിൽ 10-60 കൊല്ലം പറഞ്ഞതും വെട്ടിപ്പിടിച്ചതും മതിയാവാതെ വരും. അള്ളാന്റെ മണ്ണിലൊന്ന് നീണ്ടു നിവർന്ന് സമാധാനത്തോടെ കിടക്കാൻ ആ തിരിച്ചറിവുള്ള ഒരു മുഅ്മിനാണെങ്കിൽ ഒരു വാക്ക് പറയുമ്പോഴും ഒരു സോഷ്യൽ മീഡിയയിൽ വിരലുകൾ ഉപയോഗിക്കുമ്പോഴും 1000 തവണ ചിന്തിക്കണം, എനിക്ക് ഉപകാരമുള്ളതിനാണോ ഉപകാരമില്ലാത്തതിനാണോ ഞാൻ എന്റെ പൈസ കളയുന്നത്, എന്റെ സമയം കളയുന്നത് എന്ന്. ആ തിരിച്ചറിവോടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസിക്കും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുത് എന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരാളുടെ രഹസ്യം സംരക്ഷിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ മുഅ്മിനിന്റെ ഉത്തരവാദിത്തമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അത് സമൂഹത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ഒരാളുടെ രഹസ്യം അയാൾക്ക് നഷ്ടവും കുടുംബ തകർച്ചയും ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ അയാളുടെ വ്യക്തി ജീവിതത്തിനും സാമൂഹികാന്തരീക്ഷത്തിനും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളത് രഹസ്യം മറച്ചുവെക്കണമെന്നും അത് ആ വ്യക്തിയോട് നിങ്ങൾ ചെയ്യുന്ന മര്യാദയാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി. ഇതിന്റെ വിശദീകരണത്തിൽ ഉലമാക്കൾ അത് കൃത്യമായി രേഖപ്പെടുത്തി. ചില തെറ്റുകൾ അപ്രതീക്ഷിതമായിരിക്കും, ചെയ്യണം എന്ന് കരുതിയിട്ടാവില്ല ചില ആളുകൾ ചില കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. നമ്മളൊക്കെ പറയാറില്ലേ, നാവും വന്നങ്ങ് വിട്ടുപോയതാ, പറഞ്ഞുപോയതാ, ഞാൻ വിചാരിച്ചതല്ല പിന്നെ അവിടെ നടന്ന്. ഇതൊക്കെ പറയുന്ന സമയത്തും നമുക്കും അവർക്കും ബോധ്യപ്പെടും ചില തെറ്റുകൾ അപ്രതീക്ഷിതമാണ്. അതുകൊണ്ട് തന്നെയാണ് വ്യഭിചാരത്തെ പറ്റി വിശദീകരിച്ച സമയത്ത് പോലും 4 സാക്ഷികൾ വേണം. ഇന്ന് ചില ലഘൂകരണ മനസ്സുള്ള ആളുകൾ ചോദിക്കും, 4 ആള് കാണാരോ ഇത് ചെയ്യോ? 4 ആണുങ്ങളാവണം. ഇന്ന് ആരോപണത്തിന്റെ പിന്നിലുള്ളത് മുഴുവനും ആരായിരിക്കും? സ്ത്രീകളായിരിക്കും. ഞാൻ ആക്ഷേപിക്കല്ല, പെണ്ണുങ്ങളെ മനസ്സ് തോന്നി, പെണ്ണുങ്ങളത് വിയാപ്പനോട് പറഞ്ഞു, വിയാപ്പത് കൂട്ടുകാരനോട് പറഞ്ഞു, ഓല് 4 ആണുങ്ങളായ പോരാ. 4 ആണുങ്ങൾ നേർക്ക് നേരെ ആ തെറ്റ് കാണണം. 4 പേരും ഒരുമിച്ച് കാണണം. ഒരാൾ ഇന്നലെ കണ്ടു, ഒരാൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് കണ്ടു, പോരാ. 4 പേരും ഒരുമിച്ച് ഒരേ സ്ഥലത്ത് ആ തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി, അതിനർത്ഥം അച്ചങ്ങയ്ക്ക് ഇതൊരു ഏർപ്പാടാണ്, ഓക്കൂതൊരു ഏർപ്പാടാണെന്ന. അവനെങ്ങൾ വിധിച്ചോ, അവനെങ്ങൾ ശിക്ഷിച്ചോ. അതല്ലാതെ മനുഷ്യന്റെ നഫ്സിലുണ്ടാകുന്ന ചില തിന്മകളോടുള്ള സാമീപ്യം കൊണ്ട് അപ്രതീക്ഷിതമായി സംഭവിച്ചു പോകുന്ന തെറ്റുകളാണെങ്കിൽ 4 സാക്ഷികൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അവരെ വിധിക്കാൻ പാടുള്ളൂ. എന്നിട്ട് തിരുദൂതൻ ഓർമ്മപ്പെടുത്തി, മൻ സതറ മുസ്ലിമൻ, ഇസ്ലാമിൽ എറിഞ്ഞു കൊല്ലണം, അതല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം, കയ്യുവെട്ടണം, തലവെട്ടണം എന്നൊക്കെ പറയുമ്പോ തന്നെ മാനുഷിക പരിഗണന വെച്ചിട്ട് റസൂലുള്ള പറയുന്ന ഒരു വാക്കുണ്ട്, മൻ സതറ മുസ്ലിമൻ. നിങ്ങളൊരു മുസ്ലിമിന്റെ രഹസ്യം പരസ്യമാക്കാതെ രഹസ്യമാക്കി വെക്കുകയാണെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ലാഭേ ഉള്ളൂ. ഓന്റെ കുടുംബം കഴിച്ചിലായി പോകും, ഓന്റെ സാമ്പത്തിക രംഗം കഴിച്ചിലായി പോകും, അല്ലെങ്കിൽ ഓന്റെ മക്കൾ നാണക്കേടും ഒഴിവായി കിട്ടും, ഓന്റെ ഭാര്യ രക്ഷപ്പെടും എന്നുള്ള ഒരർത്ഥത്തിൽ ആ നിലക്ക് നിങ്ങൾക്കതൊരു മറച്ചു വെക്കണമെന്ന് തോന്നിയാൽ സതറഹുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ, അള്ളാഹു നിങ്ങളുടെ പാപങ്ങളും നിങ്ങളെ ചെയ്തികളും ദുനിയാവിലും ആഖിറത്തിലും മറച്ചിരും. മറ്റൊരു റിവായത്തിൽ കാണാൻ പറ്റും, ഒരറിവില്ലാണ്ട് നിങ്ങൾ ഒരാളെ ആരോപിച്ചിട്ടുണ്ടെങ്കിൽ അത് വ്യഭിചാരമാവട്ടെ, സാമ്പത്തികമാവട്ടെ, കുടുംബമാവട്ടെ, എന്താണെങ്കിലും ശരി, ഒരറിവില്ലാത്തൊരു കാര്യം നിങ്ങൾ ഒരാളെ നേരെ ആരോപിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നാളെ രാഷ്ട്രീയക്കാരനില്ലാത്ത പടച്ചോന്റെ മൗശറയെ പറ്റി ഓർമ്മപ്പെടുത്തുന്ന റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഏത് പാർട്ടിക്കാരായാലും ശരി, നിങ്ങൾ ഏത് ജനവിഭാഗം ഗോത്രായാലും ശരി,
നിങ്ങൾ കേരളത്തിലെ ഏത് രാഷ്ട്രീയ സംഘടനാ പ്രവർത്തകനാണെങ്കിലും ശരി, പറഞ്ഞത് നിങ്ങളെ നേരെ വന്നിട്ടല്ല നിങ്ങൾ അള്ളാനെ കണ്ടുമുട്ടൂല. ആ ആരോപണം നിങ്ങളെ നേരെ വന്നിട്ടല്ലാതെ സഹാബത്ത് ചോദിച്ച റസൂലേ, അല്ലെങ്കിൽ നിങ്ങളെ കുടുംബം അതിന്റെ ഉത്തരവാദിത്തത്തിലേക്ക് പെടും. നിങ്ങളെ മക്കളിലൂടെയോ നിങ്ങളെ തലമുറയിലൂടെയോ നിങ്ങൾ അത് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് പറയുന്ന വാക്കുകളൊക്കെ സൂക്ഷിച്ചുപയോഗിക്കണം. അവനാന്റെ കൈമൽ റീചാർജ് ചെയ്യുന്ന 299 റുപ്യന്റെ GB ഉണ്ട് എന്ന് കരുതി ആരെ പച്ചിറച്ചി തിന്നാന്ന് വിചാരിക്കരുത്. ആരുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കാന്ന് വിചാരിക്കരുത്. ആരെ വൃത്തികേടും കണ്ടു രസിക്കാമെന്ന് വിചാരിക്കരുത്. കാരണം ഒരു അശ്ലീലത പ്രചരിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവനാണ് മുഅ്മിൻ. ഒരു അശ്ലീലത പ്രചരിക്കരുത്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയ കാര്യം, ഇന്നല്ലദീന യുഹിബ്ബൂന, തീർച്ചയായും അവർ ഇഷ്ടപ്പെടുന്നു, അൻ തശിഅൽ ഫാഹിഷത, അശ്ലീലത പ്രചരിക്കാൻ, മ്ലേച്ഛത പ്രചരിക്കാൻ അവർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, വല്ലദീന ഫില്ലദീന ആമനു, അതും വിശ്വാസികൾക്കിടയിൽ, ലഹും അദാബുൻ അലീം, അവർക്ക് വമ്പിച്ച ശിക്ഷയുണ്ട്. അവർക്ക് വമ്പിച്ച ശിക്ഷയുണ്ട്. അശ്ലീലത ചെയ്തവനേക്കാൾ ശിക്ഷ നാലാളുകളെ അറിയിച്ച് കയ്യടി വാങ്ങാൻ നിൽക്കുന്നവനായിരിക്കും. ഫിദ്ദുനിയ വൽ ആഖിറ, അവർക്ക് ദുനിയാവിലും കിട്ടും ആഖിറത്തിലും കിട്ടും. ചെയ്തോ അവൻ പടച്ചവനോട് തൗബ ചെയ്ത് പറ്റിപ്പോയി റബ്ബേ, ഇനി അതിലേക്ക് എന്നെ കൊണ്ടുവല്ലേ എന്ന് പറഞ്ഞാൽ ഓന്റെ നാട് തീർന്നേക്കാം. അല്ലാഹു അഅലം. എന്നാൽ അത് കിട്ടിയ നേരത്തിന് വർഷങ്ങളോളം എടുത്തലക്കുന്നവനും എഴുതി വിടുന്നവനും കുടുംബത്തിൽ ആ ഒരു ചൊയ വെച്ച് സംസാരിക്കുന്നവനും കിട്ടുന്നിടത്തിലൊന്ന് കളിയാക്കുന്നവനും രസിക്കുന്നവനുമൊക്കെ തക്കത്തിനും രസത്തിനും പറയുന്നവരൊക്കെ ആലോചിച്ചോളൂ, ദുനിയാവിലും കിട്ടും ആഖിറത്തിലും കിട്ടും. അത് അവനാന്റെ നേരെ വന്നിട്ട് നിങ്ങൾ അള്ളാനെ കണ്ടുമുട്ടുന്ന. അതുകൊണ്ട് സൂക്ഷിക്കണം പ്രിയപ്പെട്ടവരെ. എന്ത് തോന്നിയാസോ എഴുതി വിടാൻ പറ്റുന്ന ഒരു ലോകാണ്, എന്ത് വിവരക്കേടുകളും പ്രചരിപ്പിക്കാൻ പറ്റുന്ന ഒരു ലോകാണ് സോഷ്യൽ മീഡിയ ലോകം. അതുകൊണ്ട് ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന മുറിവിന്റെ ആഴം പോലും നമുക്ക് പറയാൻ പറ്റൂല. അതൊരു വാക്കാണെങ്കിലും പ്രയോഗമാണെങ്കിലും ആ നിരക്കുള്ള പ്രാങ്കാണെങ്കിലും ശരി, നാളെ പടച്ചോന്റെ അടുത്ത് നമ്മളുടെ മറ്റുള്ളവർ കൊണ്ടുവന്ന് കണ്ട് നിസ്സഹായതയോടെ പടച്ചോന്റെ മൗശറയിൽ വിരൽ കടിക്കേണ്ടി ഗതികേട് വരാതിരിക്കണമെങ്കിൽ അവനാന്റെ പ്രവർത്തനത്തിലൊക്കെ ഒരു സൂക്ഷ്മതയും അവനാന്റെ നാവിലൊക്കെ ഒരു ഭക്തിയും കൊണ്ടുവരാൻ പറ്റണം. ആ തിരിച്ചറിവുള്ള യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബെ, അറിഞ്ഞുമറിയാതെയും ഒരുപാട് അബദ്ധങ്ങൾ പറ്റിപ്പോകുന്നുണ്ട് നാഥ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ നാഥ. മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ റബ്ബെ. മരണപ്പെട്ടു പോയ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ എല്ലാവരുടെയും ഖബർ നീ വിശാലമാക്കുകയും നിന്റെ സ്വർഗത്തിൽ ഓരോരുത്തർക്കും സ്ഥാനം നൽകി ഖബർ ജീവിതം ധന്യമാക്കി കൊടുക്കുകയും ചെയ്യുമാറാകണേ അള്ളാഹുവേ. ഈ ലോകത്ത് നന്മയുള്ള നാവിന്റെയും പ്രവർത്തനത്തിന്റെയും ഉടമകളായി ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദിൽ അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബെ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട്. അങ്ങേയറ്റം പരീക്ഷിക്കപ്പെട്ട രോഗവുമായി ജീവിക്കുന്നവർ. എന്താണോ റബ്ബെ അവർക്ക് ഏറ്റവും ഹൈറായത്, ആ ഹൈറായതിലേക്ക് ഒരു സമാധാനം എല്ലാ രോഗികൾക്കും നീ നൽകണമേ. സാമ്പത്തിക ബാധ്യതയിലും കടബാധ്യതയിലും പെട്ട് ഏറെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് നാഥ. ഹലാലായ നിലക്ക് ബാധ്യതകളില്ലാതെ ജീവിച്ചു മരിക്കാൻ ഓരോരുത്തർക്കും തൗഫീക്ക് നൽകണമേ നാഥ. നാവ് കൊണ്ട് അബദ്ധത്തിൽ വാക്കുകളെ കൊണ്ട് ഏതെങ്കിലും ഒരു കളവ് ഞങ്ങളിലാൽ പ്രചരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് വിവരക്കേടായി പുറത്തു തന്ന് ഇനിയൊരു അബദ്ധം സംഭവിക്കാത്ത നിലക്ക് ഞങ്ങളുടെ നാവിനെയും ഹൃദയത്തെയും കാഴ്ചയെയും വാക്കുകളെയും നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നിയന്ത്രിക്കാനുള്ള തൗഫീക്ക് നൽകണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.